വിദേശ രാജ്യങ്ങളിൽ പോലും യൂറോപ്പിൽ പോലും ഇന്ന് പല ആളുകളും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള പുണ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തീരത്തേക്ക് വന്നുകൊണ്ട് അവരാണ് ഇന്ന് നബിദിനാഘോഷമൊക്കെ യൂറോപ്പിൽ കൊണ്ടാടുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് നമ്മുടെ ഈ പ്രദേശത്തിൽ ഒതുങ്ങിയൊരു പരിപാടിയല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനമാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞത് അന്ന് ആദം നബിയുടെ ജന്മദിനമാണ്. അന്ന് ആദം നബിയുടെ ജന്മദിനമാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞത്. ആദം നബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ ഉപ്പാപ്പയായ ആദം നബിയുടെ ജന്മദിനമാണ് നമ്മൾ എന്താകുന്നത് എല്ലാ വെള്ളിയാഴ്ചയും അനുസ്മരിച്ചുകൊണ്ട് പറയുന്നത്. മുഅദ്ദിന് പറയാറില്ലേ, വഈദുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഈദാണ്. ഈദ് എന്ന് പറഞ്ഞാൽ അത് മടങ്ങി വരുന്നതാണ്, ആവർത്തിച്ച് ഇങ്ങനെ മടങ്ങി 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 വരുന്ന ഈദാണ് വെള്ളിയാഴ്ച ദിവസം. മുത്തുനബിയുടെ ജന്മദിനത്തെ കുറിച്ച് റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ രണ്ട് ഹദീസുകളും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കണമെന്ന് മുത്തുനബി സുന്നത്താക്കിയിട്ടുണ്ട്. ആ കാര്യം പ്രവചിച്ചതിനെ കുറിച്ച് നബിയോട് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ തിങ്കളാഴ്ച ദിവസം അന്ന് എന്റെ ജന്മദിനമാണ്, അന്ന് എന്റെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസക്ക് പ്രത്യേകത വന്നത്. തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു. എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ നബിയുടെ ജന്മദിനമായ ആ ജന്മദിനത്തിലാണ് നമ്മൾ കുടികൊള്ളുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് ദിവസങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വെള്ളിയാഴ്ചക്ക് റസൂലുള്ളാഹി ഏറ്റവും വലിയ പവറാണ് നൽകിയത്. അത് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ആദം നബിയുടെ തന്റെ ഉപ്പാപ്പയുടെ ജന്മദിനത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പുരുഷന്മാരും ബുദ്ധിയും തന്റെ അടക്കമുള്ള അതിന്റെ നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ച ആളുകളൊക്കെ വെള്ളിയാഴ്ച പള്ളികളിലേക്ക് വരണമെന്ന് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അനുസരിച്ച് പ്രമാണങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ധാരാളം പ്രമാണങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും യൂറോപ്പിൽ പോലും ഇന്ന് പല ആളുകളും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള പുണ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തീരത്തേക്ക് വന്നുകൊണ്ട് അവരാണ് ഇന്ന് നബിദിനാഘോഷമൊക്കെ യൂറോപ്പിൽ കൊണ്ടാടുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് നമ്മുടെ ഈ പ്രദേശത്തിൽ ഒതുങ്ങിയൊരു പരിപാടിയല്ല.